നമ്പർ തിയറിയിലെ നെക്സ്റ്റ് ടോപ്പിക് ഓയിലേഴ്സ് തിയറം. പിന്നെ നമ്മളുടെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓയിലേഴ്സ് തിയറം, ഫെർമാറ്റ്സ് തിയറം, അതുപോലെ തന്നെ വിൽസൺസ് തിയറം, അങ്ങനെയുള്ള പേര് പറഞ്ഞിട്ടുള്ള തിയറംസ് നമ്മൾ ഓൾറെഡി ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അതിന് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. കാരണം ഓയിലേഴ്സ് തിയറം, ഫെർമാറ്റ്സ് തിയറം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ HSC സിലബസിലും ഉണ്ട് കേട്ടോ. പിന്നെ സെറ്റ് എക്സാമിൻ്റെ സിലബസിലുള്ള ടോപ്പിക്സും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലംസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓയിലേഴ്സ് തിയറം. ഇഫ് n greater than or equal to 1 and GCD of A and n equal to 1, then A raised to 5 of n is congruent to 1 mod n. അതായത് n എന്ന് പറയുന്നൊരു ഇൻറ്റിജർ ആണ്. A be any number and A യും n യും റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയെങ്കിൽ A raised to 5 of n is congruent to 1 mod n ആണ്. അതായത് 5 of n എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓയിലേഴ്സ് 5 ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ എയും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ A raised to 5 of n എന്ന് പറയുന്ന നമ്പർ ഈസ് ഓൾവേസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ A equal to 2 എന്നും n equal to 3 എന്നും എടുത്തു. അപ്പം 2ഉം 3യും റിലേറ്റീവ്ലി പ്രൈം ആണല്ലേ. അപ്പോൾ ബൈ ഓയിലേഴ്സ് തിയറം നമുക്ക് എന്ത് എഴുതാം? 2 raised to 5 of 3 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3 എന്ന് എഴുതാം. ഓക്കെ, ഇതെന്താ ശരിക്കും? ഇത് ശരിയാണോ? 2 raised to 5 of 3 എന്ന് പറഞ്ഞാൽ സ്ക്വയർ അല്ലേ. 5 of 3 equal to 2 ആണ്, വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 3. ശരിയല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 minus 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഈസ് ഡിവിസിബിൾ ബൈ 3. സോ ഇത് കറക്റ്റ് ആണ്. നമുക്ക് വേറൊരു ഇത് എല്ലാത്തിലും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം A equal to ഞാനൊരു 4 എടുത്തു. അതുപോലെ തന്നെ n equal to ഒരു 11 എടുത്തു. അങ്ങനെയാണെങ്കിൽ 4ഉം 11ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. ഓക്കെ, റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4 raised to 5 of 11 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 11 എന്ന് പെട്ടെന്ന് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് 4 raised to 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 11 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം 4 raised to 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 11 അതിലുണ്ടെങ്കിൽ ഇതാണ് ട്രൂ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് നമ്മളോട് അവിടെ അപ്ലൈ ചെയ്യുന്നത് ഓയിലേഴ്സ് തിയറം ആണ് കേട്ടോ. മനസ്സിലാക്കി വെക്കുക ഓയിലേഴ്സ് തിയറം എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം. അതായത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോഴൊക്കെയും ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം ആണ് ആദ്യം പഠിക്കുന്നത്. പക്ഷെ ഞാനിവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഓയിലേഴ്സ് ടോർഷൻ ഫംഗ്ഷൻ ആണ് സ്റ്റോപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഓയിലേഴ്സ് തിയറത്തിൽ നിന്ന് തുടങ്ങിയത്. ഓക്കെ, നമുക്ക് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം എന്ന് പറഞ്ഞാൽ ശരിക്കും ഓയിലേഴ്സ് തിയറത്തിൻ്റെ ഒരു കൊറോളറിയാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന കേസിലൊക്കെ ആദ്യം ഇതാണ് പഠിച്ചിട്ടാണ് പിന്നെ ഓയിലേഴ്സ് തിയറം പറയുമ്പോൾ ആ ഓയിലേഴ്സ് തിയറത്തിൻ്റെ കൊറോളറി ആയിട്ട് ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എന്താ നോക്കാം നമുക്ക്. Let P be a prime number and A be any number such that P does not divide A. Then A raised to P minus 1 is congruent to 1 mod P. അതായത് P എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. A എന്ന് പറയുന്നത് ഏതോ ഒരു ഇൻറ്റിജർ ആണ്. സച്ച് ദാറ്റ് P ഡസ് നോട്ട് ഡിവൈഡ് A. അതായത് Pയും Aയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് അർത്ഥം. അങ്ങനെയെങ്കിൽ A raised to P minus 1 is always congruent to 1 mod P. A raised to P minus 1 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 1 mod. ഇത് ശരിക്കും ഓയിലേഴ്സ് തിയറം തന്നെയാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ഓയിലേഴ്സ് തിയറം നമുക്ക് എങ്ങനെ എഴുതാം? A raised to 5 of P ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod P എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 5 of P എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. A raised to P minus 1. 5 of P equal to P പ്രൈം ആണെങ്കിൽ 5 of P എന്ന് പറഞ്ഞാൽ P minus 1 ആയിരിക്കും. A raised to P minus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod P ആണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഓയിലേഴ്സ് തിയറം തന്നെയാണ് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമുക്ക് എന്താ പറയാം? ഇപ്പോൾ 3യും 5ഉം എടുക്കാം. 3യും 5ഉം എടുക്കാം. നമുക്കറിയാം 3 ഡസ് നോട്ട് ഡിവൈഡ്സ് 5 അല്ലേ. 3യും 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 raised to ബൈ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറം നമുക്ക് പറയാം 3 raised to 5 minus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 5. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് വരും? 3 raised to 5 minus 4 എന്ന് പറഞ്ഞാൽ 4 ആണ്, വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 5. 3 raised to 4 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ 81 ആണ്. 81 minus 1 എന്ന് പറഞ്ഞാൽ 80 ആണ്. 80 ഈസ് ഡിവിസിബിൾ ബൈ 5 അല്ലേ. അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫെർമാറ്റ്സ് ലിറ്റിൽ തിയറവും ഓയിലേഴ്സ് തിയറവും പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു കുറച്ച് പ്രോപ്പർട്ടീസാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. അതായത് ഈ തിയറം തന്നെയാണ് വേറെ 2-3 രീതികളിലും കൂടെ പറയാം എന്നുള്ളതുകൊണ്ട് അതും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഓക്കെ, ഇഫ് P is a prime number and A is any number, then A raised to P minus A is divisible by P.
ഓക്കെ, പി എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്, എ എന്ന് പറയുന്ന ഏതോ ഒരു നമ്പർ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിയും കൂടെ ഹോൾഡ് ചെയ്യണം. എയും പിയും റിലേറ്റീവ്ലി പ്രൈമും കൂടെ ആവണം. ഓക്കെ, ഇങ്ങനെയുണ്ട് കേട്ടോ. എ ഈസ് എനി നമ്പർ സച്ച് ദാറ്റ് പി ഡസ് നോട്ട് ഡിവൈഡ്സ് എ, അല്ലെങ്കിൽ എയും പിയും റിലേറ്റീവ്ലി പ്രൈമും കൂടെ ആവണം. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു പി മൈനസ് എ ഈസ് ഡിവിസിബിൾ ബൈ പി, ദാറ്റ് ഈസ് എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി. ഇതൊന്നുമില്ല കേട്ടോ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പറയണത്. അതായത് നമുക്കറിയാം എ റേസ് ടു എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ ബൈ ഫെർമാറ്റ്സ് തിയറം വി ക്യാൻ റൈറ്റ് ദാറ്റ് എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് പി എന്ന് എഴുതാം അല്ലേ. പിന്നെ എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണ്, അതുകൊണ്ട് ഞാനിതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എ ഇൻറ്റു എ റേസ് ടു പി മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാം അല്ലേ. അതായത് നമുക്കിതിനെ എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി എന്ന് എഴുതാം. അപ്പോൾ ശരിക്കും ഇങ്ങനെയും ഫെർമാറ്റ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ പറയാറുണ്ട്. ഓക്കെ, എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി. അപ്പോൾ ഇവിടെ നമ്മൾ 3 റേസ് ടു 4 ഈസ്, അതായത് 3 റേസ് ടു 5 മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3. നമ്മൾ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ ഇങ്ങനെയാണ്, 3 റേസ് ടു 5 മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 3 എന്നാണ്. ശരിക്കും നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിനെ, 3 റേസ് ടു 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 3 എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും ഇത് ശരിയാണെന്ന് അർത്ഥം. അത്രയേ ഉള്ളൂ. അതായത് വേറൊരു തരത്തിൽ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് വേരി ചെയ്യുകയും അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും അത് ഫെർമാറ്റ്സ് ലിറ്റിൽ തിയർ ആണെന്ന് മനസ്സിലാക്കാം. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, രണ്ടാമത്തത് ഇതൊരു സെറ്റ് എക്സാമിന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ആണേ, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. ഇഫ് പി ഈസ് ആൻ ഓഡ് പ്രൈം ആൻഡ് എ ആൻഡ് പി ആർ റിലേറ്റീവ്ലി പ്രൈം, then a raised to half of p minus 1 is congruent to plus or minus 1 mod p. അതായത് p എന്ന് പറയുന്നൊരു ഓഡ് പ്രൈം നമ്പർ ആണ്, 2 അല്ല എന്നർത്ഥം. ബാക്കിയെല്ലാം ഓഡ് പ്രൈം നമ്പേഴ്സ് അല്ലേ. p എന്ന് പറയുന്നൊരു ഓഡ് പ്രൈം നമ്പർ ആണ്, എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം a raised to p minus 1 divided by 2 എന്ന് പറയുന്നത് ഓൾവേസ് കോൺഗ്രുവൻറ്റ് ടു ഒന്നുകിൽ 1 അല്ലെങ്കിൽ -1 മോഡ് p ആണ്. നമുക്കിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം 3ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ റിസൾട്ട് ഇവിടെ ശരിയാവുന്നുണ്ടോ നോക്കാം. ഇപ്പം ഞാൻ എടുക്കുന്നത് 3 1/2 5 മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു പ്ലസ് ഓർ മൈനസ് 1 എന്നാണ് നമുക്ക് പറയേണ്ടത്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 എന്ന് ഇടുന്നുണ്ട്, കറക്റ്റായിട്ട് ഏതാണെന്ന് പറയാം. പ്ലസ് ഓർ മൈനസ് 1 മോഡ് പി. ഇപ്പോൾ ഇവിടെ എന്താ വരിക? 5 മൈനസ് 1 ആണേ. അപ്പോൾ 5 മൈനസ് 1 4 ആണ്, 4/2 2 ആണ്. അപ്പോൾ നമുക്ക് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണല്ലേ വരുന്നത്. ഇവിടെ 3 സ്ക്വയർ ആണ് വരുന്നത്, 3 സ്ക്വയർ ഈക്വൽ ടു 9. 9 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് പി അല്ല 5 ആണ് ഉദ്ദേശിച്ചത്. ഞാനിവിടെ 5, അതായത് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന നമ്പർ, ഇവിടെ ഞാൻ 5 ഉപയോഗിച്ചിരിക്കുന്നത്, സോ ഇവിടെ 5 മോഡ് 5 അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ദിസ് വൺ ഈസ് കോൺഗ്രുവൻറ്റ് 3 റേസ് ടു ഹാഫ് 5 മൈനസ് 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5 എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5 അല്ലേ. കാരണം 9 മൈനസ് -1 എന്ന് പറഞ്ഞാലാണ് 10 ആവുക. 10 ഈസ് ഡിവിസിബിൾ ബൈ 5, സോ 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡ് 5. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് ഒരു റിസൾട്ട് കൂടെ. ഈ റിസൾട്ട് അതേ സെറ്റ് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. റിസൾട്ട് അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഈ ഓപ്ഷൻസിന് 4 എണ്ണം തന്നിരിക്കുകയാണ് ചെയ്തത്. പിയും ക്യൂവും 2 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. വിത്ത് എ റേസ് ടു പി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് ക്യൂ ആൻഡ് എ റേസ് ടു ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി. ദെൻ എ റേസ് ടു പി ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ. ഓക്കെ, ഇത് അങ്ങനെ തന്നെ ചോദിച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. അതുപോലെ തന്നെ എ റേസ് ടു പി എന്ന് പറയുന്നത് അണ്ടർ മോഡ് ക്യൂവിൽ എയിനോട് കോൺഗ്രുവൻ്റ് ആണ്. അതുപോലെ എ റേസ് ടു ക്യൂ എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ആണ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ റേസ് ടു പി ഇൻറ്റു ക്യൂ ഈസ് കോൺഗ്രുവൻറ്റ് ടു എ മോഡ് പി ക്യൂ എന്ന് പറയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ് കേട്ടോ. HSAയിൽ ഇതിൽ നിന്നൊക്കെ ചോദിക്കുമെന്ന് അറിയില്ല. ഇപ്പം ഫൈൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാനേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ റിമൈൻഡർ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് പഠിക്കുന്നത്. സോ അതും കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ
അത് പ്രോബ്ലത്തിലല്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഓയിലർ ഫോർമാറ്റ് തിയറം. ഇഫ് AM equal to, അതായത് if GCD of AM equal to 1, then the solution of the linear congruence AX is congruent to B mod M is given by X congruent to B A raised to phi of M minus 1. ഇത് പവറിലാണ് കേട്ടോ, ഇത് മുഴുവനുള്ളത്, ഇത് മുഴുവൻ പവറിലാണ്. phi of M minus 1 mod M. അതായത് നമുക്കറിയാം എയും ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. എയും എമ്മും റിലേറ്റീവ്ലി പ്രൈമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇങ്ങനെയൊരു ലീനിയർ കോൺഗ്രുവൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം എയും എമ്മും റിലേറ്റീവ്ലി പ്രൈമാണ്. റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ GCD എന്ന് പറയുന്ന 1 ആയിരിക്കും. ആ 1 B യെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ യുണീക്ക് സൊല്യൂഷൻ എന്താണെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? X is congruent to B A raised to phi of M minus 1 mod M നോട് ഈക്വലൻ്റ് ആണ്. That is X is congruent to B A raised to phi of M minus 1 mod M. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിനൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതിനൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനാണ് കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്നത്, യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 7x is congruent to 3 mod 24. 7x is congruent to 3 mod 24. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, 7ഉം 24ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, ആണല്ലോ. ഈ 1 എന്ന് പറയുന്നത് 3യെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് എ യുണീക്ക് സൊല്യൂഷൻ. ഈ ഒരു കോൺഗ്രുവൻസിന് ഒരു ഏക പരിഹാരമുണ്ട്, യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എയും ബിയും ഒക്കെ എന്താണെന്ന് എഴുതാം. A is equal to 7 and B is equal to 3 and M is equal to 24. നമുക്ക് വേണ്ടത് നമ്മളിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്നത് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി എ റേസ് ടു phi of M minus 1 mod M. നമ്മൾ ഇവിടുത്തെ പ്രോബ്ലത്തിൽ എന്ത് വരും? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ബി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 7 റേസ് ടു phi of 24 minus 1 mod 24. ഓക്കെ, നമുക്കിവിടെ എന്ത് വേണം? phi of 24 വേണം അല്ലേ? നമുക്കറിയാം phi of 24 ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. phi of 24നെ നമുക്ക് 8 into 3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 8ഉം 3ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ phi of 8 into phi of 3 എന്ന് എഴുതാം. phi of 8നെ നമുക്ക് phi of 2 ക്യൂബ് എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു phi of 3 ആൻഡ് ഇതിനെ നമുക്ക് 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ ഇൻറ്റു phi of 3 എന്ന് പറഞ്ഞാൽ 2. 2 ക്യൂബ് മൈനസ് 2 സ്ക്വയർ 8 minus 4 4 into 2 8. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 ഇൻറ്റു 7 റേസ് ടു 8 മൈനസ് 1 mod 24. കഴിഞ്ഞില്ല, നമുക്ക് കുറച്ചുകൂടി ചെയ്യാനുണ്ട്. ഇത്രയും വലിയ പ്രോബ്ലം ചോദിക്കുമെന്ന് അറിയില്ല, എനിവേ പഠിച്ചു വെക്കാം. 3 ഇൻറ്റു 7 റേസ് ടു 7 mod 24 അല്ലേ? അപ്പോൾ നമുക്ക് എന്തറിയണോ ഇനി? 7 റേസ് ടു 7 എന്താണെന്ന് അറിയണോ അല്ലേ? അല്ലാതെ നമുക്കിത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് മാത്രം എന്താണെന്ന് നോക്കാം കേട്ടോ. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എനിക്ക് 7 റേസ് ടു 7 mod 24 എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 7 എടുക്കണം. 7 സ്ക്വയർ എന്താണ്? 49 ആണ്. അപ്പോൾ നമുക്കറിയാം 24 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആണ് അല്ലേ? ഇത് 49 ആണ്. അപ്പോൾ വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 24 അങ്ങനെ പറയാലോ. അതായത് നമുക്കിങ്ങനെ പറയാം, 7 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 24. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് വേണ്ടത് 7 റേസ് ടു 7 ആണ്. സോ 7 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 ഇൻറ്റു 1 ഇൻറ്റു 1 mod 24. അങ്ങനെ എഴുതാം. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ കിട്ടിയത് 7 റേസ് ടു 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 24. ഓക്കെ, അപ്പോൾ നമുക്ക് 7 റേസ് ടു 7 അല്ലേ വേണ്ട? രണ്ട് സൈഡിലും ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 7 റേസ് ടു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 24. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും കാരണം അത് റിലേറ്റീവ്ലി പ്രൈം ആണ്. 7 റേസ് ടു 7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 24. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 1 എന്തായി മാറും? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്. 1 ഇംപ്ലൈസ് 1 എന്താണ്? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 ഇൻറ്റു 7 റേസ് ടു 7
മോഡ് 24 ആണ്. 7⁻7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 24 ആണെന്ന് പറഞ്ഞു. അപ്പോൾ വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 × 7 മോഡ് 24 എന്ന് എഴുതാം. 3 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 മോഡ് 24. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 21 മോഡ് 24 ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓയിലർ ഫെർമാറ്റ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം കൂടെ നോക്കാം. അതായത് ഈ പ്രോബ്ലം സെറ്റ് എക്സാമിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 25x ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 120. ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രുവൻസ് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 25 ഇങ്ങനൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡിൽ നമുക്കത് ചെയ്യാം. പക്ഷേ ഇവിടെ യൂണിക് സൊല്യൂഷൻ അല്ല കേട്ടോ ഉള്ളത്. പക്ഷെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണെന്ന് പറയാം. 25ൻ്റെയും 120ൻ്റെയും GCD എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് 15 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5 divides 15, so it has 5 solutions. Therefore, the congruence has 5 solutions. 5 solutions ഉണ്ടെന്ന് പറയാം. ഇനി 5 solutions കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ 25x കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 120 ആണ് എനിക്കുള്ളത്. സോ ഇവിടെ എനിക്ക് ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട്? നമ്മളുടെ GCD ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? 5x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 24 എന്ന് കിട്ടും. ഓക്കെ, 5x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 24 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിൽ 5ഉം 24 റിലേറ്റീവ്ലി പ്രൈമാണ്. ആ 5 24 ഇത് റിലേറ്റീവ്ലി പ്രൈമാണ്. ആൻഡ് 1 divides 3. Therefore, the congruence has a unique solution. It has a unique solution. ആ യൂണിക് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ പറഞ്ഞ പോലെ x ഈസ് കോൺഗ്രുവൻറ്റ് ടു BA⁵ (5m - 1) മോഡ് m എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും ഒക്കെ ഒന്ന് എഴുതാലോ. a is equal to 5 and b is equal to 3 and m is equal to 24. നമ്മൾ ഓൾറെഡി പറഞ്ഞു 5/24. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ 5/24 യൂസ് ചെയ്തത്. 5/24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 8 ആണല്ലേ. 8 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യാതെ അപ്പോൾ നമുക്ക് x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 times 5⁻8 - 1 മോഡ് 24. ഇതൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3⁵5⁷ മോഡ് 24. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 × 5⁻7 മോഡ് 24. ഇത് ഒന്നാമത്തെയാണ്. നമുക്ക് 5² എന്താ നോക്കാം. 5² = 25 ആണ്. 25 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 24 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5² ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 24 എന്ന് എഴുതിയല്ലേ. അതായത് 5² നമുക്ക് 5⁻7 ആണ് കണ്ടുപിടിക്കേണ്ടത്. 5² ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 × 1 × 1 മോഡ് 24 എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. സോ നമുക്ക് 5⁻6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡ് 24 എന്ന് കിട്ടും. നമുക്ക് 5⁻7 ആണ് വേണ്ടത്. ഒരു 5 കൊണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5⁻7 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 മോഡ് 24 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വേണ്ടിയിരുന്നത്. നമ്മൾ ഈ 1 എന്ന് പറയുന്നത് ആരായിട്ട് മാറി? 1 implies x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 × 5⁻7 മോഡ് 24 എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ it is congruent to 3 × 5 മോഡ് 24 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 24. ഇതാണ് നമ്മളുടെ ആൻസർ. പിന്നെ എന്താ കിട്ടിയത്? നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ലീനിയർ കോൺഗ്രുവൻസിൻ്റെ സൊല്യൂഷൻ ആണ് കിട്ടിയത്. x ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 24 is the solution of 5x കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 24. അപ്പോൾ ബാക്കിയുള്ള സൊല്യൂഷൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതിൻ്റെ ബാക്കിയുള്ള സൊല്യൂഷൻസ്, അതായത് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ തന്നിരുന്നത്? 25x കോൺഗ്രുവൻറ്റ് ടു 15 മോഡ് 120. ഇതിൻ്റെ സൊല്യൂഷൻസ് ഈക്വൽ ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു യൂണിക് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മാത്രമാണ് പ്രയാസം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് സൊല്യൂഷൻസ് ഉണ്ടാകുന്നത്. നമുക്കറിയാലോ 15 + m/d എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് 120/5 15 +
2 times 120 by 5, 15 plus 3 times 120 by 5. അങ്ങനെ എത്ര വരെ വരും? 5 അല്ലേ ഉള്ളത്, അപ്പോൾ 4 വരെ പോകും അല്ലേ. 15 plus 4 times 120 by 5. അപ്പം എന്താ കിട്ടുക നമുക്ക് ആൻസർ? നമുക്ക് കിട്ടുന്നത് 15 plus 24. 15 plus 24 and 15 plus 2 times 24 and 15 plus 3 times 24 and 15 plus 4 times 24. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് 15, പിന്നെ വരുന്നത് 39, പിന്നെ 63, പിന്നെ 87, മോഡ് 120. ഇതൊക്കെയാണ് നമ്മളുടെ 5 സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ഒരു ഓയിലർ ഫെർമാറ്റ് തിയറം അപ്ലൈ ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിൽസൺസ് തിയറം ആണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ എക്സാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വളരെ ലെങ്തിയാണ്, അതൊന്നും നമ്മളോട് ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതും കൂടെ പറയാം. If വിൽസൺസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, if p is a prime number then p minus 1 the whole factorial is congruent to minus 1 mod p. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. if p is a prime number, p എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ആണെങ്കിൽ p minus 1ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് is always congruent to minus 1 mod p ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ പറയാം, 19 എന്ന് പറയുന്നൊരു പ്രൈം നമ്പറാണ്. 19 ഈസ് എ പ്രൈം നമ്പർ. then നമുക്ക് എന്ത് പറയാം? 19 minus 1 ഫാക്ടോറിയൽ ഈസ് ഓൾവേസ് കോൺഗ്രുവൻറ്റ് ടു minus 1 mod 19 എന്ന് പറയാം. അപ്പോൾ നമുക്ക് 19 minus 1 എന്ന് പറഞ്ഞാൽ 18 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു minus 1 mod 19 എന്ന് പറയാം. ഓക്കെ, അതായത് ഇങ്ങനത്തെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്ഷൻസ് കുറേ തരികയാണ്. എന്നിട്ട് -1 ഫാക്ടോറിയലാന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് വിൽസൺസ് തിയറം ആണ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, നമുക്ക് നെറ്റ് എക്സാമിനൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ സെറ്റിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. എക്സയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമ്മളെപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് 2-3 പ്രോബ്ലംസും കൂടി പറഞ്ഞിട്ട് നിർത്താം. Find the remainder when 24 raised to 1947 is divided by 17. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 24 raised to 1947 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പേടിക്കരുത്, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും വലിയ നമ്പർ ആണെങ്കിൽ പോലും നമുക്കിതിനെ ഓയിലേഴ്സ് തിയറോ ഫെർമാറ്റ് തിയറോ യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം ഒന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? 24 raised to 1947 ഇത് കോൺഗ്രുവൻ്റ് ആണ് സം നമ്പർ വെൻ മോഡ് 17. അതായത് 24 raised to 1947 17 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമല്ല ഇവിടെ വരിക. അപ്പോൾ ഇതാണ് നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 24 17 ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന 24 17 റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. 24 17 റിലേറ്റീവ്ലി പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ഫെർമാറ്റ്സ് തിയറം വി ക്യാൻ റൈറ്റ്, അല്ലെങ്കിൽ ഓയിലേഴ്സ് തിയറം വി ക്യാൻ റൈറ്റ്. ബൈ ഫെർമാറ്റ്സ് തിയറം എന്തെഴുതാം നമുക്ക്? 24 raised to 17 minus 1, 17 is a prime number, is congruent to 1 mod 17 ആണെന്ന് പറയാം. 24 raised to 17 minus 1 is congruent to 1 mod 17. അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? 24 raised to 16 is congruent to 1 mod 17 എന്ന് എഴുതാം അല്ലേ? ഇങ്ങനെ എഴുതാലോ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്കിപ്പോൾ എന്ത് കിട്ടി? 16 വരെയുള്ള കാര്യങ്ങൾ കിട്ടി. നമുക്ക് ഈ 1947 വരെയുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 1947 16 ടേംസിലും കൂടെ എഴുതാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ 1947 16 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ഡിവിഷൻ നൽകിയെടുത്തൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. 121 ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള റിമൈൻഡർ 11 ആണെന്ന് കിട്ടും. അതായത് ഈ 24 raised to 1947 എനിക്ക് എങ്ങനെ എഴുതാം? 24 raised to 16 into 121 plus 11 എന്നെഴുതാമല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഇതിനെ വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇസ് ഈക്വൽ ടു 24 raised to 16 ഹോൾ raised to 121 ഇൻറ്റു 24 raised to 11 എന്ന് എഴുതാം അല്ലേ? ഇത് മറ്റേ നമ്മളെ കൃത്യംഗങ്ങളുടെ എക്സ്പോണൻസിൻ്റെ റൂൾസ് ആണ്. ഓക്കെ,
കൃത്യങ്ങളും കൃതികളും ഇല്ലേ അതിൻ്റെ റൂളുകളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് 16 × 121 16 ഹോൾ റേസ് ടു 121 എഴുതാം. അതുപോലെ തന്നെ +11 നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. a raised to m × a raised to n = a raised to m + n ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. മാത്സ് പഠിച്ചവരല്ലേ എല്ലാവരും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് കോൺഗ്രുവൻസ് ടു ഇവിടെ നമുക്ക് 24 raised to 16 എന്ന് പറയുന്ന കോൺഗ്രുവൻ്റ് ആണ് എന്തിനോട് 1നോട്. 1 raised to 121 × 24 raised to 11. 1 the whole raised to 121 × 24 raised to 11 mod 17. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 24 raised to 11 എന്ന് പറയുന്നത്, അതായത് വിച്ച് ഇസ് കോൺഗ്രുവൻ്റ് ടു ഇവിടെ നമുക്ക് 1 raised to 121 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ ഇവിടെ നമുക്ക് 24 raised to 11 mod 17 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ 24 raised to 11 എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ mod 17 എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 24 raised to 11 എന്ന് പറയുന്നത് നമുക്കിനി അറിയേണ്ട കാര്യം ഇതാണ്. 24 raised to 11 is congruent to some number over mod 17. ഇത് എത്രയാണ് കണ്ടുപിടിക്കണം. അങ്ങനെ കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ആയി. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നോക്കാം. നമുക്ക് ആദ്യം 24 എടുക്കാം. 24 is congruent to 7 അല്ലേ. 7 mod 17, അതായത് 24 - 7 എന്ന് പറയുന്നതാണ് 17. 17 is divisible by 17. സോ 24 എന്ന് പകരം എന്ത് എഴുതിയാൽ മതി നമ്മൾ? 24 is congruent to 7 mod 17 എന്നാണ് കിട്ടിയത്. ഇപ്പോൾ 24 raised to 11 എന്ന് പറയുന്നതിന് 7 raised to 11 mod 17 എന്നാവും. അതായത് നമുക്കിവിടെ 24 raised to 11 ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് ടു 7 raised to 11 mod 17. ഓക്കെ, ഇനി നമുക്ക് 7 raised to 11 എന്താണെന്ന് ചെയ്താൽ മതിയല്ലോ. നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് 7 raised to 11 ആണ് അറിയേണ്ടത്. അപ്പം നമുക്ക് 7 square equal to 49. അപ്പം 17 എന്ന് പറഞ്ഞാൽ 17 × 2 എന്ന് പറഞ്ഞാൽ 34 വരും. 17 × 3 എന്ന് പറഞ്ഞാൽ 51 വരും. 17 × 3 എന്ന് പറഞ്ഞാൽ 51 ആണ് വരിക. ഓക്കെ, അപ്പോൾ 49 വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് ടു -2 mod 17. നിങ്ങൾ നോക്കിയേ, 49 + 2 എന്ന് പറഞ്ഞാൽ 51 ആയി അല്ലേ. അപ്പോൾ 7 square is congruent to -2 mod 17. ഇവിടെ ശരിക്കും വരുന്നത് 15 ആണ് വരിക. ഓക്കെ, പക്ഷേ ഞാൻ 15 എഴുതി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പവേഴ്സ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഏറ്റവും ലീസ്റ്റ്, എനിക്ക് പവേഴ്സ് എടുക്കുമ്പോൾ ലീസ്റ്റ് നമ്പർ കിട്ടുന്നതാണ് ഇവിടെ എനിക്ക് ഉപകാരമുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് 7 square equal to 49 which is congruent to -2 mod 17 എന്ന് എഴുതിയത്. ഓക്കെ, ഇനി നമ്മളിതിനെ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? 7 raised to 11. അപ്പോൾ നമുക്ക് 7 square into 7 square is congruent to -2 × -2 mod 17 അല്ലേ. ഇവിടെ നമുക്ക് 7 raised to 4 is congruent to 4 mod 17. ഇവിടെ നമുക്ക് 7 raised to 8 is congruent to 7 raised to 4 × 7 raised to 4 4 × 4 16 വരും. 16 നമുക്ക് എങ്ങനെ എഴുതാം? 16 നമുക്ക് -1 എന്ന് എഴുതാലോ. അപ്പോൾ നമുക്ക് 7 raised to 8 is congruent to -1 mod 17 എന്ന് എഴുതാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം 7 raised to 8 is congruent to 16 ആണ്. 16 is congruent to -1 mod 17 എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാൽ 16 - -1 എന്ന് പറഞ്ഞാൽ 17 is divisible by 17 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 17 raised to 8 is congruent to 16 and 16 congruent to -1. So 7 raised to 8 is congruent to -1 mod 17 എഴുതാം. നമുക്ക് എന്താ കിട്ടേണ്ടത്? 7 raised to 11 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 7 raised to 8 × 7 square × 7 raised to 1. 8ഉം 2ഉം 10ഉം 1ഉം 11 ആയില്ലേ. വിച്ച് ഇസ് കോൺഗ്രുവൻ്റ് ടു 7 raised to 8 എന്താ? -1 ആണെന്ന് നമുക്കറിയാം. 7 square നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, -2 ആണെന്നറിയാം. സോ -2 × 7 mod 17. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 7 raised to 11 is congruent to 2 × 17 14 mod 17 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 raised to, അതായത് 24 raised to 11 എന്ന് പറയുന്നത് വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് ടു, നമ്മൾ തുടങ്ങിയത് ഇവിടെയായിരുന്നു കേട്ടോ. 24 raised to 1947 തുടങ്ങിയത്. അത് ഇവിടെ എത്തിയപ്പം 24 raised to 11 ആയി. പിന്നെ അതിൽ നിന്ന് വീണ്ടും വന്നപ്പം അത് 7 raised to 11 ആയി. ഓക്കെ, നമ്മൾ തുടങ്ങിയത് 24 raised to 1947
വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 24^11 എന്നാണ് കിട്ടിയത്. വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7^11 എന്ന് കിട്ടി. ആൻഡ് വിച്ച് ഈസ് ഓരോന്ന് എഴുതണേ. മോഡ് 17. പിന്നെ നമുക്ക് ഇവിടുന്ന് വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 7^11 മോഡ് 17 കിട്ടി. പിന്നെ നമ്മൾ 7^11 കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 14 മോഡ് 17 കിട്ടി. ഇത്രയും ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം നിങ്ങളോട് ചോദിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കോൺഗ്രുവൻസ് ഒന്ന് പരിചയമായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. ഇത്രയ്ക്കേ ഉള്ളൂ പഠിക്കാൻ, കോൺഗ്രുവൻസും നമ്പർ തിയറും ഒക്കെ. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സജസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ട് തരാം. ഇവിടെ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ലാസ്റ്റ് 2 digits in the expansion of 3^256. അതായത് 3^256 എഴുതി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് 2 digit ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് ലാസ്റ്റ് 2 digit കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമുക്ക് അറിയേണ്ടത് ഇതാണ് കേട്ടോ. നമ്മളിതിനെ മോഡ് 100 എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നമുക്ക് 3^256 ഈസ് കോൺഗ്രുവൻറ്റ് ടു സം നമ്പർ മോഡ് 100. ഓക്കെ, നമുക്കിതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അറിഞ്ഞാൽ മതി നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 2 digit ആണ് കിട്ടുക. അതിൽ ഡൗട്ടില്ലല്ലോ. നമുക്ക് ഏതൊരു നമ്പറിനെയും 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് ലാസ്റ്റ് 2 digits ആയിരിക്കും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. ഒരു 3 digit നമ്പർ എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇനി ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് വീണ്ടും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? നമ്മുടെ ഓയിലേഴ്സ് തിയറോ ഫെർമാറ്റ്സ് ഓയിലേഴ്സ് തിയറം പറ്റുള്ളൂ. കാരണം ഇവിടെ ഫെർമാറ്റ്സ് തിയറം ആപ്ലിക്കബിൾ അല്ല. കാരണം പി എന്ന് പറയുന്നത് 100 എന്ന് പറയുന്ന പ്രൈം അല്ലല്ലോ. അപ്പോൾ നമുക്ക് 3ഉം 100ഉം റിലേറ്റീവ്ലി പ്രൈമാണ്. 3ഉം 100ഉം റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ബൈ ഓയിലേഴ്സ് തിയറം we can say that 3^5 is congruent to 1 mod 100 എന്ന് എഴുതാം അല്ലേ? ഇത് ഈസിയാണ് കേട്ടോ ചെയ്യാൻ. 3^5 എത്രയാ? 5 കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഈക്വൽ ടു 5 ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 5 എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ 25 × 4 ആണ്. ദാറ്റ് ഈസ് 5² × 2² അല്ലേ? 25 × 4 100 ആണ്. അപ്പോൾ 25-ന് 5. ഓക്കെ, 5ഉം 2 റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 5 of 5² × 5 of 2² എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമുക്ക് 5 of 5² എന്ന് പറഞ്ഞാൽ 5² - 5 അല്ലേ? ഇവിടെയോ 2² - 2. 5² - 5 എന്ന് പറഞ്ഞാൽ 25 - 5 20 വരും. 2² - 2 എന്ന് പറഞ്ഞാൽ 4 - 2 that is 2. That is equal to 40. 5 of 100 40 ആണ്. നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. 3^5 of 100 എന്ന് പറഞ്ഞാൽ 3^40 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 100. ഇനി എന്താ ചെയ്യുക? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 3^256. അപ്പം നമ്മൾ ഈ 40നെ 256നെ 40യുടെ ടേംസിലേക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 256നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 256 ക്യാൻ ബി റിട്ടൺ ആസ് ഡിവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡിവിഷൻ അൽഗോരിതം വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 6 × 40 + 16 എന്ന് എഴുതാം. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 3^256. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 3^6 × 40 + 16 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ മാറ്റി എഴുതാം. ഇങ്ങനെ അല്ലേ? 3^40 the whole raised to 6 into 3^16 എന്ന് എഴുതാലോ. ഇനി which is congruent to നമുക്കറിയാം 3^40 is congruent to 1 ആണ്. 1^6 into 3^16 മോഡ് 100 അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? 3^16 which is congruent to 3^16 മോഡ് 100. ഓക്കെ, പേജ് ഇവിടെ കഴിഞ്ഞു. ഞാൻ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. നമുക്ക് വേണ്ടത് 3^256 ആണ്. നമുക്ക് വേണ്ടത് 3^256 കോൺഗ്രുവൻറ്റ് ടു നമുക്ക് ഇപ്പോൾ കിട്ടിയത് 3^16 മോഡ് 100 എന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 3^16 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാം. നമുക്കെപ്പോഴും പുറകിൽ നിന്ന് വരുന്നതാണ് ഈസി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ 3^16 നിങ്ങൾ സാധാരണ രീതിയിൽ കണ്ടുപിടിച്ചാലും മതി. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അല്ലാതെ നമുക്ക് 3^4 എത്രയാണ്? വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 81 മോഡ് 100 അല്ലേ? ഇനി
congruent to 81 is congruent to minus 19 mod 100 എന്ന് എഴുതാം. mod 100 അല്ലേ? അപ്പോൾ നമുക്കിവിടെ 3⁴ is congruent to minus 19 mod 100 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 3⁴ ആണിത്. അപ്പോൾ 3⁸ is congruent to minus 19 into 19, അതായത് 19 into 19 361 mod 100 എന്ന് കിട്ടും. mod 100 ആയതുകൊണ്ട് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 3⁸ is 300 കഴിഞ്ഞാൽ പിന്നെ 61 ആണ്, പിന്നെ mod 100 എന്ന് നമുക്ക് ഒന്നുകൂടി ചെയ്താൽ മതി. 3⁻16 അല്ലേ വേണ്ടത്? 3⁸ into 3⁸, that is 61 into 61, that is 3721 എന്നാണ് കിട്ടുക mod 100. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 3⁻16 is congruent to 21 mod 100. ഓക്കെ, അതായത് നമ്മൾ തുടങ്ങിയത് 3⁻256 ആണ്, which is congruent to 21 mod 100. ഇത് സെറ്റ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഓയിലേഴ്സ് തിയറം എന്താണ്, അതുപോലെ ഫെർമാറ്റ്സ് തിയറം എന്താണ്, ഓയിലേഴ്സ് ഫെർമാറ്റ്സ് തിയറം എന്താണ്, വിൽസൺസ് തിയറം എന്താണ്, പിന്നെ അതുപോലെ അതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോപ്പർട്ടീസും പിന്നെ 2 പ്രോബ്ലംസും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻസ് ആയിട്ട് പറയാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ടെങ്കിൽ, മനസ്സിലാവുന്നു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അത്യാവശ്യം എനിക്കൊരു 300 above സബ്സ്ക്രൈബേഴ്സായി. പബ്ലിസിറ്റി ഒന്നും ഞാൻ കൊടുക്കാതെയാണ് 300 above ആയത്. സോ ഐ എം വെരി ഹാപ്പി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ വീഡിയോസ് ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.